തിരിച്ചുവരവിനൊരുങ്ങുകയാണ് CPM. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യാഗ്രഹത്തിന്. ഗൃഹസന്ദർശനം, വാഹന പ്രചാരണ ജാഥ. ജനുവരി 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി പാർട്ടിക്കുണ്ടായ തിരിച്ചടി, പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറാകും. പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ തിരിച്ചുവരവിനുള്ള പദ്ധതികളുമായി CPM. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ഒന്നടങ്കം സമരത്തിലേക്ക് ഇറങ്ങിയും പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ചും സംവദിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുക്കാനുള്ള പദ്ധതികളാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി പാർട്ടിക്കുണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറാകും. പാർട്ടി നേതൃത്വം മുതൽ താഴെത്തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുക്കും. ജനുവരി 22-ന് ശേഷം കുടുംബ യോഗങ്ങൾ നടത്തും. ഒരു വാർഡിൽ ഒരു യോഗം എന്ന രീതിയിലാകും നടത്തുക. ശേഷം ഓരോ ലോക്കൽ കമ്മിറ്റിയും പൊതുയോഗം നടത്തും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികളും ഇതോടൊപ്പം നടത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ജനുവരി 12-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും സത്യഗ്രഹ സമരം നടത്തും. MLA-മാരും MP-മാരും LDF നേതാക്കളും ഇതിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരായും കേരളത്തിന്റെ അവഗണനയ്ക്കെതിരായിട്ടുമാണ് സമരം എന്നൊക്കെയാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് BJP പ്രതികരിക്കുന്നു. മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഉന്നം മുന്നോട്ട് വെച്ച് സംസ്ഥാനത്ത് 3 വാഹന പ്രചാരണ ജാഥ നടത്താനും LDF തീരുമാനിച്ചതായി MV ഗോവിന്ദൻ പറഞ്ഞു. ഫെബ്രുവരി 1 മുതൽ 15 വരെയാണ് ജാഥ. തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് ജനുവരി 5-ാം തീയതി 23,000 വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി സംഘടിപ്പിക്കും. ഈ പരിപാടിയിൽ ലോക് ഭവനിലേക്കുള്ള മാർച്ചിന് പ്രഖ്യാപനം നടത്തും. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാകും ഇത്. ജനുവരി 15-നാണിത് നടത്തുക. ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലും തിരുവനന്തപുരത്തെ ലോക് ഭവന് മുന്നിലുമാണ് പ്രതിഷേധം നടത്തുകയെന്നും CPM സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം വീണ്ടും തുടരുക തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം സജീവ CPM നേതാവ് N വിജയകുമാർ അറസ്റ്റിലായതോടെ CPM വീണ്ടും ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാർ അറസ്റ്റിൽ. നേരത്തെ SIT വിജയകുമാറിന് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഇയാൾ ഹാജരായില്ല. തുടർന്ന് വിജയകുമാറിനെ നേരിട്ട് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റിലായ A പത്മകുമാറിന്റെ അധ്യക്ഷതയിലുണ്ടായിരുന്ന ഭരണസമിതിയിലെ അംഗമാണ് വിജയകുമാർ. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്വമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിനും SITയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തുകയും ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. ജയകുമാർ SIT ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ച ശേഷമാണ് കീഴടങ്ങിയത്. ഹൈക്കോടതി പരാമർശം വന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് വന്നതോടെയാണ് കീഴടങ്ങിയത്.